തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹര പുത്രാശ്രിത മത്സല ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. 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 തവ ശരണ 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 ചരണയുഗം. ശരണം മേ ശരണ ശരണ ശരണയുഗം. കായേന വാചാ മനസ്സിന്തിർവാ ബുദ്ധ്യാത്മനാ പ്രകൃത സ്വഭാവം കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാം, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. യോഗീന്ദ്രാണം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷം ദ്യുതരുകിസലയം നാദത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ. കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിം പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥാക്ഷമേധാ സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാൽ വേദാ നാരായണീയം ശ്രുതിഷു ജനുഷാം സ്തുത്യദാ വർണ്ണനേന സ്ഫീതം ലീലാവതാരേ ഇദമിഹ കുരുദം ആയുരാരോഗ്യസൗഖ്യം സർവത്ര സർവദാ സർവേഷു ആയുരാരോഗ്യസൗഖ്യം ആയുരാരോഗ്യസൗഖ്യം. ലോകാം സമസ്താം സുഖിനോ ഭവന്തു സമസ്തലോകാ സദാ സുഖിനോ ഭവന്തു സമസ്തലോകാം സദാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം. എല്ലാവർക്കും പ്രണാമം, നമസ്കാരം. അങ്ങനെ കഴിഞ്ഞ 8 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മംഗളകരമായ സപ്താഹയജ്ഞം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ച് നല്ല കാലാവസ്ഥ, ചൂടാണ്. പ്രത്യേകിച്ച് ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഈ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ, അതും വളരെ ചൈതന്യവത്തായ, വളരെ തേജോമയമായ 5 മൂർത്തികളുടെ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന 5 മൂർത്തി ക്ഷേത്രസന്നിധി പരിസരത്ത്, അതും ധാരാളം പിതൃക്കൾക്ക് മോക്ഷദായിനിയായിരിക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്ത്, ഇവിടെ ധാരാളം പിതൃകർമ്മങ്ങളാൽ അനുഗ്രഹീതരായ പിതൃക്കളുടെ ഈ മണ്ണിൽ പാലക്കാടിനെ ഒരു പൈതൃക ജില്ലയാക്കി മാറ്റുന്ന വിധത്തിൽ നമ്മുടെ പൈതൃക മഹത്വം ഓരോ ദിവസവും കാണിച്ചു തന്ന് ഇതൊരു പൈതൃക ജില്ലയാണെന്ന് നമുക്ക് നേരിട്ട് ബോധ്യം വരുത്തി, പഴയ പാരമ്പര്യത്തിൻ്റെ കലയുടെ വൈഭവങ്ങളെ ഇവിടെ വരുത്തി അവരെ ആദരിച്ച്, ഇത് മറ്റുള്ള സപ്താഹങ്ങളിൽ നിന്ന് ഇതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാണ്. ഇതൊരു സപ്താഹമല്ല, ഇത് പാലക്കാടിനെ പൈതൃക ജില്ലയാക്കുന്ന ഒരു ആത്മീയ മഹോത്സവമാണ്. അങ്ങനെയൊരു മഹാഭാഗ്യം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ 5 മൂർത്തി ക്ഷേത്രവും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് പ്രവർത്തനങ്ങളും നേതൃത്വം കൊടുക്കുന്ന സാധനാലയത്തിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രധാനികളായ ഡോക്ടർ ശ്യാംജി, അതുപോലെ തന്നെ ശ്രീ രാജഗോപാൽ, അനവധി പ്രവർത്തകരുണ്ട്, അനവധി പ്രവർത്തകർ. അതുപോലെ ഈ നാട്ടിലെ നല്ല മാതൃസമിതിയിലെ അംഗങ്ങൾ, നാട്ടിലെ അമ്മമാർ, അതുപോലെ തന്നെ ഈ സപ്താഹയജ്ഞത്തിൽ പങ്കുചേർന്ന നിങ്ങൾ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ശബ്ദം, അതുപോലെ വെളിച്ചം, പന്തൽ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ശബ്ദം തന്നിരിക്കുന്ന അവരോടും അതേപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തന്നിരിക്കുന്ന ആളുകളോടും ഈ സപ്താഹയജ്ഞത്തിന് സാമ്പത്തികമായി സഹായിച്ചവർക്കും എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഇത്രയും നല്ലൊരു സപ്താഹം, അതും പാലക്കാട് കുറച്ചൊരു ഉൾപ്രദേശത്ത് നടത്താനൊരു ധൈര്യം, കാരണം നല്ല സാമ്പത്തിക ചെലവ് വേണം സപ്താഹം നടത്താൻ. അതിന് ഈ സാന്ദീപിനി സാധനാലയ ട്രസ്റ്റിൻ്റെ ശ്യാംജി അടക്കമുള്ള നല്ലൊരു അഭിനന്ദനം, അതുപോലെ മാതൃസമിതിക്കും നല്ലൊരു അഭിനന്ദനം. പോരാ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങോട്ട് വരുന്നില്ലേ കയ്യടി? ഒരു മാതൃസമിതിക്കും നല്ലൊരു കൈ. അതേപോലെ നല്ല പന്തലൊരുക്കി തന്നത് അവർക്കും നല്ലൊരു അഭിനന്ദനം. മൈക്ക് സിസ്റ്റം നമുക്ക് എത്ര ശബ്ദം മനോഹരമാവുന്നു, അതിനും നമുക്കൊരു നല്ല കയ്യടി. ഭക്ഷണത്തിനും നല്ലൊരു കയ്യടി. എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനം. ഇവിടെ പങ്കെടുത്ത കലാകാരന്മാർക്കും ഇവിടെ കല അവതരിപ്പിച്ചവർക്കും അതുപോലെ തന്നെ ഓരോ ദിവസവും വന്നിരുന്ന മഹത് വ്യക്തിത്വങ്ങൾക്കൊക്കെ അവസാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിനും ഒരു നല്ലൊരു അഭിനന്ദനം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. വീണ്ടും കാണാൻ ഭഗവാൻ അനുഗ്രഹം ചൊരിയട്ടെ. വീണ്ടും വീണ്ടും ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള ശക്തി നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രണാമം, നമസ്കാരം. ശാന്തി, ശാന്തി, ശാന്തി.